ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം എ വ്ളോഗ്സിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നുമല്ല, എപ്പോഴും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇന്ത്യക്കാരുടെ ഫുഡിലെ ഒരു മെയിൻ ഐറ്റം ഇറങ്ങുമല്ലോ, ഒനിയൻ. കണ്ടോ, ഇവനെയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനാൻ പറ്റിയ ഒരു വിഭവം കൊണ്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. ഇത് ഉറപ്പായിട്ടും കാണണേ, എല്ലാവരും ഇത് കംപ്ലീറ്റ് കാണാതെ മിസ് ചെയ്യാതെ ഇത് ഫുള്ള് കാണണം. എന്നിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻ ബെല്ലില്ലേ, അതിൻ്റെ ഒരു സംഭവം ഒന്ന് അമർത്തിയേക്കണേ. അപ്പം ശരി, ഞാൻ ആദ്യം തന്നെ തുടങ്ങാൻ പോവാണ്. ഇത് നമ്മുടെ ഒരു ഹാഫായിട്ട് ഞാൻ മുറിച്ച് വെച്ച ഇതൊരു ചെറിയ സവോളയാണ്. ഞാനിത് മുറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ചെറിയ രീതിയിൽ അങ്ങ് മുറിച്ചെടുക്കുകയാണ്. മാക്സിമം തിന്നാക്കി എന്നാൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ് എങ്ങനെ ആക്കി എടുക്കാമോ അത്രയും ചെറുതാക്കി എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറുതായിട്ട് കൊടുത്തിട്ട് പിന്നെ വളരെ അടുത്ത് തന്നെ വേണം അടുത്തടുത്ത് സ്റ്റെപ്പ് ചെയ്യാൻ. അങ്ങനെ ചെയ്ത് വരുമ്പം നമുക്ക് കിട്ടുന്ന ഒനിയൻ്റെ ഒരു വലിപ്പം കണ്ടോ, തീരെ ചെറുതായിരിക്കും. തരി പോലെ കിട്ടുന്ന ഈ ഒനിയൻ്റെ കണ്ടോ, ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടുന്ന സംഭവങ്ങൾ നമ്മളെടുത്ത് ഞാനിത് അരിഞ്ഞിട്ട് വരാം, ബാക്കി കാണിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഐറ്റത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 3 സവോള കേട്ടോ, ഒരു 3 മീഡിയം സൈസ് സവോളയും ഒരു ചെറിയ സവോള നിങ്ങൾ കണ്ടല്ലോ, അതും കൂടെ കൂട്ടി അരിഞ്ഞതാണ്. ഇത്രയും സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്, ഒരു 2-3 കറിവേപ്പില നിങ്ങൾക്ക് ഉള്ളത്രയും ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി കണ്ടോ, ഒരു 3/4 നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളൊരു പുളി ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവാണ്. ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ പതുക്കെ പൊടികളൊക്കെ ഇടുന്നത് കാണിച്ചു തരാം. അങ്ങനെ നല്ല പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതേണ്ട ഞാൻ എണ്ണ ഒഴിക്കുന്നു. ഒരത്യാവശ്യം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ലേശം എന്താ പറയുന്നത്, ആദ്യം ഇടേണ്ടത് ഒരു ലേശം കടുകാണ്. ഒരു 1/4 ടീസ്പൂൺ കടുക് മതി, വളരെ കുറച്ച്. അത് കൂട്ടി വരുന്ന സമയത്ത് നമുക്ക് വേണ്ട കറിവേപ്പില ചേർക്കുന്നു. ഇനി നമ്മൾ ഉടനെ തന്നെ ഈ സവോള അരിഞ്ഞ് വെച്ചത് കണ്ട, കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച് നമ്മുടെ കുഞ്ഞു സവോളകളെല്ലാം സവോള കഷ്ണങ്ങൾ ചേർക്കുകയാണ്. ഇത് ചേർക്കുന്നൊപ്പം തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ മുളക്, അതിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നു. മുളകിനെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുക. ഇപ്പം തന്നെ എങ്ങനെ ചേർക്കും. ഇത് ഇച്ചിരി വലിപ്പം കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, കാരണം ഇതിപ്പം നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് വാടാൻ പോവാണ്. അപ്പോൾ ഇവന് ഇച്ചിരി വലിപ്പം കൂടിയാലും അത് നന്നായിട്ട് ചുരുങ്ങിക്കോളും. വലിയ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. ഇപ്പോൾ അതൊക്കെ ഇളക്കി തുടങ്ങുക. നന്നായിട്ട് തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പിടുവാണ്. കുറച്ചൊന്ന് ഒരു സവോള ഒന്ന് വാടി കിട്ടാൻ മാത്രം ഒരു ലേശം, ഒരു 2-3 നുള്ള് ഉപ്പിടുന്നിട്ടു. ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടിരുന്ന് വാടട്ടെ കേട്ടോ. അത് നമ്മുടെ സവോളയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വരുന്നുണ്ട്, എന്നാലും ആയിട്ടൊന്നുമില്ല. ഞാൻ ഈ ഒരു സമയത്ത് ഒരു ലേശം കൂടെ ഒന്ന് എണ്ണ ഒഴിക്കുകയാണെ, ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നന്നായിട്ടൊന്ന് സവോള മൊരിഞ്ഞ് വരുമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളമയമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടണം. നമുക്ക് ആ ഒരു ടെക്സ്ചറാണ് ശരിക്കും വേണ്ടത്, അല്ലാതെ വെള്ളം കൊണ്ടിട്ട് ഇങ്ങനെ അവിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറല്ല ശരിക്കും വേണ്ടത്. അപ്പം മൊരിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് വിതർത്തിയൊക്കെ ഇട്ടിരിക്കുകയാണ്. 2 മിനിറ്റോളം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതേ നമ്മളിങ്ങനെ വിടർത്തിയിട്ടുകൊണ്ട് ആ സവോള ഇങ്ങനെ നടന്ന് മുരിയുന്നുണ്ടോ. ഇനി നമ്മളൊന്നുകൂടെ ഒന്ന് തിരിച്ചിടുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ സൈഡ്. ഇനി ഇങ്ങനെ ഒന്നുകൂടെ തിരിച്ചിടുകയാണ്, ഒന്നുകൂടെ വിടർത്തിയിടുകയാണ്. ഇതേ നമ്മുടെ സവോള മൊരിഞ്ഞ് കണ്ടോ. ഇത് ഇപ്പോൾ എന്തോരം ആയെന്ന് നോക്കി. ഇപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആയി കണ്ടോ. അങ്ങനെ ഇത്ര ആകുന്ന ഒരു സമയത്ത്, അതായത് നല്ലതായിട്ട് മൊരിഞ്ഞ് നമുക്ക് ഈ മുളകൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നന്നായിട്ട് മൊരിഞ്ഞ് വേണ്ട, നല്ല ചുളുങ്ങിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പതുക്കെ ആഡ് ചെയ്യാം. അതേ കണ്ടോ, ചില മുളകുകളൊന്നും കാണാനേ ഇല്ല, നന്നായിട്ട് ചുരുങ്ങി കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വലിപ്പം ഇട്ടിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല, വലിപ്പത്തിൽ ഇട്ടാലും എല്ലാം സെയിം. പിന്നെ സവോള മാത്രം ചെറുതാക്കുക, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ മൊരിഞ്ഞ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റത്തെ പരിപാടികളേ ഉള്ളൂ ശരിക്കും. അപ്പോൾ വേണ്ടത് ഇത്രയും മൊരിഞ്ഞ് ഈ ഒരു സമയത്ത് നമ്മൾ പതുക്കെ തീ കുറച്ച് വെക്കുന്നു. ഞാൻ ഈ പൊടികളിടാൻ പോവാണേ, വേറെ വലിയ പൊടിയൊന്നുമില്ല. ശരിക്കും ആദ്യം മുളക് പൊടി ഇടുക. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിനിടാം. ഇപ്പോൾ ഒരുപാട് എരിവൊക്കെ വേണ്ടവർക്ക് നല്ല രീതിയിൽ ഇടാം. ഞാനിപ്പോൾ അതേ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു. 1/2 ടേബിൾ സ്പൂൺ, ഇത്രയേ ഉള്ളൂ.
കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ 3 പച്ചമുളക് ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല അത്യാവശ്യം എരിവുണ്ട്. പിന്നെ നമ്മൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിക്കുന്നു. ഇത് ശരിക്കും ഈ ഒരു മുളക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും. ഒരുപാട് കൂടുതലും ഇല്ല, എന്നാൽ ഒട്ട് കുറവൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു മുളകാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഈ 3 പച്ചമുളക് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പം പൊടിയൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടിയാണ് ശരിക്കും ഈ ഒരു വിഭവത്തിൻ്റെ ഒരു ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നൊരു സംഭവം. കണ്ടോ, ഒരു 3 പിഞ്ചോളം കായപ്പൊടി ചേർത്തു. ഒരുപാട് വേണ്ട കേട്ടോ, കായപ്പൊടി നമ്മളിങ്ങനെ അച്ചാറിനകത്ത് ഇരുന്നത്രയൊന്നും ചേർക്കണ്ട. ഒരു ജസ്റ്റ് ഒരു പേരിന് മതി, ഒരു 1-2 പിഞ്ച് മതി. പിന്നെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി ഇതിനകത്ത് ഞാൻ തീ ഓണാക്കുവാണേ. എന്നിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പുളി പിഴിഞ്ഞ് വെച്ചതുണ്ട്, അത് ഞാൻ ചേർക്കുക. ഉണ്ടോ, ഇതിലേക്ക് ആദ്യമായിട്ടാണ് വെള്ളത്തിൻ്റെ ഒരു അംശം കാണുന്നത് കേട്ടോ ഈ കറി. ഉണ്ടോ, ഇത്രയാണ് ശരിക്കും വേണ്ട. കണ്ടോ, ഉള്ളിപ്പുളി റെഡിയായി. ഇതാണ് ഉള്ളിപ്പുളി. പഴമക്കാരുടെ ഒരു പ്രത്യേക വിഭവമാണ്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം, കാരണം ഈ ഒരു ടെക്സ്ചർ വേണം നമുക്ക്. ഇങ്ങനെ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു സ്പൂണൊക്കെ എടുത്ത്, ഒരു ചെറിയൊരു സ്പൂണൊക്കെ എടുത്ത് നമുക്കൊരു പാത്രം നിറച്ച് നമ്മൾ ശരിക്കും ചോറുണ്ണും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഉപ്പിട്ടത് ഒരു ലേശം ഒരു എന്താ പറയുക, ഒരു സവോള വാടാനേ ഉള്ളൂ. ഇപ്പം ഞാൻ പുളിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഇടുകയാണ്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാനൊന്നും ഇട്ടു. എന്നിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ ടേസ്റ്റ്. ഉപ്പും കറക്റ്റാണ്, പുളിയും കറക്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇപ്പോൾ തന്നെ ചോറിനാണ് ശരിക്കും കഞ്ഞിക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ. പിന്നെ ഇതിന് വേറൊരു ഐറ്റം കൂടെ നമുക്ക് ഇതിന് ഒരു നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇഡലിയും സാമ്പാറും ഇഡലിയും ദോശയൊക്കെ നമ്മൾ ചമ്മന്തിയുടെ ഉണ്ടാക്കില്ലേ, ആ ഒരു സമയത്ത് ഇവനെ ഒരു ലേശം എടുക്കുവാണെങ്കിൽ എൻ്റെ പൊന്നോ എന്തോരം ഇഡലിയും ദോശയും കഴിക്കുമെന്ന് കഴിച്ചവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വിഭവമാണ്. വേറെ നമുക്ക് പ്രത്യേകിച്ച് പച്ചക്കറി ഒന്നും വേണ്ട ചോറുണ്ണാൻ. പച്ചക്കറിയും വേണ്ട, നോൺ വെജും വേണ്ട, ഒന്നും വേണ്ട, നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ മുളക് ഇഷ്ടപ്പെടുന്നവരും പുളി ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവർ അല്ലല്ലോ, നമ്മുടെ മലയാളികൾ പൊതുവേ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ പറയാണ്, നല്ല വിഭവമാണ്. കഴിച്ച് നോക്കുക, ഉണ്ടാക്കുക. പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. MA വ്ളോഗ്സ് ആണ്, സബ്സ്ക്രൈബ് പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയും. ഞങ്ങൾ ഇനിയും വിഭവങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷൻ്റെ മേലെയുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു സോ മച്ച്.